എല്ലാ സുഹൃത്തുക്കൾക്കും PSC ഗൈഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് PSCയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളത്. അത്തരത്തിലൊരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആമുഖമായി പറയാനുള്ളത്, ഇന്ന് ഇന്ത്യ കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തെയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അനുദിനം മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം. അത്രയും വലിയൊരു പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ ആ ദുരന്ത ഭൂമിയിലേക്ക് നമുക്ക് നേരിട്ട് ചെല്ലുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളാൽ കഴിയുന്നൊരു സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ ഒരു ആശ്വാസമായി മാറും. ഒരു ഗ്രാമം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം ഒരിക്കലും ജീവനറ്റുപോയ വ്യക്തികളെയോ മനുഷ്യരെയോ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു ഗ്രാമത്തെയോ ഒരു കുടുംബത്തെയോ ഒക്കെ തിരിച്ചു പിടിച്ച് കരകയറ്റാൻ സാമ്പത്തികമായി നമ്മളെക്കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. ആയതിനാൽ ഒരു രൂപയെങ്കിൽ ഒരു രൂപ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നൽകുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. അതിനാൽ ഈ വീഡിയോ കാണുന്നവർ അവരാലാവുന്ന സഹായം CMDRFിലേക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് എല്ലാവരും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്നൊരു അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളത്. കുറച്ചധികം മാസങ്ങളിലായി നിങ്ങൾ ആ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത്രയേ ഉള്ളൂ. 571/2023 LSG സെക്രട്ടറി, പഞ്ചായത്ത് വകുപ്പിലേക്കുള്ള സെക്രട്ടറി പോസ്റ്റിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ച് 3 ഘട്ടങ്ങളായി പരീക്ഷ നടത്തി വളരെ വിവാദം സൃഷ്ടിച്ച ഒരു എക്സാമിൽ 16ഓളം ഡിലീഷൻ ഉണ്ടായ തേർഡ് ഫേസിൽ അത്തരത്തിലൊരു പോസ്റ്റിൻ്റെ മെയിൻ എക്സാം എന്നായിരിക്കും എന്ന് നമ്മൾ ഒറ്റുനോക്കിയിരുന്നു. മെയിൻ എക്സാം നവംബറിലാണ് എന്ന് PSC പ്രഖ്യാപന സാഹചര്യമുണ്ടായി. ഒരു ടെനേറ്റീവ് ഡേറ്റ് മാത്രമാണ് അത്. കറക്റ്റ് പ്രോപ്പർ ഡേറ്റോ കൺഫർമേഷനോ ഒന്നും വന്നിട്ടില്ല. അത് ഈ ഓഗസ്റ്റ് മാസം 20 കൂടി വരും. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അപ്ഡേറ്റ്, റിസൾട്ട് LSG സെക്രട്ടറിയുടെ റിസൾട്ട് ഈ മാസമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ള സാഹചര്യം, LSG സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറിയിലേക്കുള്ള പ്രിലിംസ് റിസൾട്ട് ഈ മാസം പ്രസിദ്ധീകരിക്കും എന്നുള്ള വസ്തുതയാണ്. 2024 ജൂലൈ 30 ചേർന്ന കമ്മീഷൻ യോഗം ഈ പോസ്റ്റിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൻ്റെ മെയിൻസ് എക്സാം നവംബറിലായിരിക്കും. ഇതിൻ്റെ കൺഫർമേഷൻ, ബാക്കിയുള്ള ഡീറ്റെയിൽസും മറ്റനുബന്ധ വിവരങ്ങൾ ഓഗസ്റ്റ് 20 ശേഷം പ്രസിദ്ധീകരിക്കുന്ന കലണ്ടറിലുണ്ടാവും. ഉറപ്പായും നവംബർ പകുതിയോടുകൂടി LSG സെക്രട്ടറിയുടെ എക്സാം ഉറപ്പായും ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുവാനാണ് ഈ ഒരു അപ്ഡേഷൻ, ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ 571/2023 മെയിൻ എക്സാം 2 പേപ്പറുണ്ട്. ഒന്ന് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന 100 മാർക്കിൻ്റെ, മറ്റൊന്ന് റൂറൽ ഡെവലപ്മെൻറ്റ്, ലോക്കൽ ഗവൺമെൻറ്റും റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു പേപ്പറാണ്. ഫണ്ടമെൻ്റൽസ് ആണ് അതിൻ്റെ അടിസ്ഥാന വസ്തുതകൾ. അതും 100 മാർക്കാണ്. മൊത്തം 200 മാർക്കിൻ്റെ 2 പേപ്പറുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് പേപ്പർ നമ്മൾ പ്രിലിംസിന് പഠിച്ച പോലെ ജനറൽ സ്റ്റഡീസാണ് 100 മാർക്കിൻ്റെ. സെക്കൻഡ് നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പം ഉറപ്പായും പ്രിലിംസ് ക്വാളിഫൈ ആവും എന്നുറപ്പുള്ളവർ, അല്ലെങ്കിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തവർ ഉറപ്പായും പഠനം ആരംഭിക്കേണ്ടതാണ്. എക്സാം ഡേറ്റും ഷോർട്ട് ലിസ്റ്റും ഏതാണ്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഇത് രണ്ടും ഈ മാസം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓഗസ്റ്റ് 20 ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓഗസ്റ്റ് 20 ശേഷം നമ്മൾ എക്സാം ഡേറ്റും പബ്ലിഷ് ചെയ്യും. ഇതിന് കൺഫർമേഷൻ ഇല്ല. കാര്യം, ഇതൊരു പ്രിലിംസ് കഴിഞ്ഞ ശേഷം ക്വാളിഫൈ ആവുന്നവരെയാണ് മെയിൻസ് എക്സാമിലേക്ക് ഇരുത്തുന്നത്. സ്വാഭാവികമായും ഇതിനൊരു കൺഫർമേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 20 ശേഷം വരുന്ന കലണ്ടറിൽ കറക്റ്റ് പ്രോപ്പർ ഡേറ്റ് LSG സെക്രട്ടറിയുടെ പ്രോപ്പർ ഡേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്കുള്ളതാണ്. കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റും ഈ മാസം പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 20 തന്നെ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. അതിൻ്റെ മെയിൻസ് ഡേറ്റ് ആൾറെഡി PSC പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 29 അതിൻ്റെ മെയിൻസ് ഡേറ്റ്. നിലവിൽ 150ഓളം ഒഴിവുള്ള പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ബാങ്ക് മാനേജർ, കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ്. അപ്പം അതിൻ്റെ എക്സാം ആൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഒക്ടോബർ 29 അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും ഈ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ, ഈ 3 ഘട്ടങ്ങളായി നടന്ന പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ റിസൾട്ടുകളും ഈ മാസം പ്രസിദ്ധീകരിക്കും. എല്ലാ എക്സാമും ഒക്ടോബർ നവംബർ മാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ, അതിൻ്റെ എക്സാം നവംബറിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ മെയിൻസ് എക്സാം നവംബറിലായിരിക്കും. ഇത്തരത്തിൽ
ഈ 3 ഘട്ടങ്ങളായി നടന്ന പ്രിലിംസിൻ്റെ റിസൾട്ട് ഈ മാസം ഉണ്ടാവും. അതിൻ്റെ മെയിൻസ് എക്സാം ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നടത്താനാണ് PSC തീരുമാനിച്ചത്. പ്രിലിംസ് ലഭിക്കും അല്ലെങ്കിൽ പ്രിലിംസ് ക്വാളിഫൈ ആവും എന്നുറപ്പുള്ളവർ ഉറപ്പായും പഠിച്ചു തുടങ്ങേണ്ട സമയം എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പഠനത്തിൽ ജാഗരൂകരാകുക. നിങ്ങൾക്കറിയാം, ഒരേ സമയം LDC നടക്കുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഡിഗ്രി എക്സാം നടക്കാൻ പോകുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഏകദേശം ഒരേ ഒരു പ്രോപ്പർ വേയിലേക്ക് കൊണ്ടുവന്ന് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കുക. അപ്പം ഇതാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.